താഴത്തെ ഒരു സിക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടം വരയ്ക്കേ ഡോക്ടർ വരുള്ളൂ, അതിന് മുകളിലേക്ക് ഡോക്ടർ കയറില്ല. പിന്നെ ഈ വണ്ടനിൽ ഈ ബോഡിയിൽ ഇങ്ങനെ ബ്ലഡ് വണ്ടിന്റെ ബോഡിക്കകത്ത് തളം കെട്ടി ശരീരം എല്ലാം നനഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, പേടിക്കണ്ട, രക്ഷപ്പെടും എന്ന് പറഞ്ഞു. രക്ഷപ്പെടും, മരിച്ചുപോയ ആൾ അങ്ങനെ തിരിച്ചു വന്ന ആളെ കാണാമെന്നാണ് പറഞ്ഞു. പൈപ്പ് പോലൊരു സാധനം കാലിൽ ഇവിടെ ഫുള്ളായിട്ടൊരു ഇരുമ്പിന്റെ കെട്ടിയിട്ട് ആ കാലനങ്ങാതെ അവര് പഞ്ഞു വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇടുപ്പിന് താഴെ എനിക്കൊന്നും. പക്ഷെ ആക്ച്വലി ആ സമയത്ത് നിങ്ങളുടെ കാൽ മുറിച്ച് മാറ്റപ്പെട്ടോ? ഇല്ല, അപ്പൊ ചെയ്തിട്ടില്ല, മുറിച്ചിട്ടില്ല. വർക്ക്ഷോപ്പിലെ ഒരു SM സാവ് ഉണ്ട്, ഒരു സർദാർജി ആയിരുന്നു. സാവ് വന്നിട്ട് പറഞ്ഞു, നീ നിന്റെ ജീവൻ കളയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെല്ലാവരുടെയും രക്ഷപ്പെടുത്തി, നീ നിന്റെ ജീവൻ കളയാൻ നോക്കിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ എൻ്റെ ജീവൻ പോയാലും ഞങ്ങളുടെ ആർക്കും ഒന്നും പറ്റില്ല എന്നല്ലേ പറഞ്ഞു. അങ്ങനെയല്ലേ ഞാൻ ഗൈഡായി പോയത്, ആർക്കും ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് SS അവനോട് ചോദിച്ചപ്പോൾ ഒന്നും പറ്റിയില്ല, എനിക്ക് സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പുള്ളി പെട്ടെന്ന് കരഞ്ഞിട്ട് വെളിയിൽ പോയത്. അവിടെ അങ്ങനെ ശ്രീനഗറിൽ MH വെച്ചിട്ടാണ് കാല് റിമൂവ് ചെയ്തത്. ഞാൻ ഇപ്പം എന്തൊക്കെയോ സെയിം മെന്റൽ ടൈപ്പ് ആട്ടെ. ആക്ച്വലി കുറച്ച് മെഡിസിൻ്റെ സജഷനെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ തുണി മാറ്റി നോക്കിയപ്പോഴേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാലില്ല. നിലവിളിച്ചതായപ്പോൾ ഞാൻ ഈ ബ്ലഡ് എല്ലാം കയറ്റിന കുപ്പിയും അതും ഇതെല്ലാം എടുത്ത് വലിച്ചെറിയലും ഇതെല്ലാം ചെയ്ത് എൻ്റെ കയ്യിൽ നിന്നുള്ള ഈ ട്യൂബും ഇഞ്ചക്ഷൻ്റെ വയറുകളെല്ലാം വലിച്ച്, ഇനിയിപ്പോൾ എനിക്ക് കാലില്ലാതെ എനിക്ക് ജീവിക്കണ്ട,